കായംകുളം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ ഒന്നാം ഘട്ട സ്വീകരണ പരിപാടിക്ക് തുടക്കമായി ദേവികുളങ്ങര ത്രിവേണി ജംഗ്ഷനിൽ നടന്ന പര്യടനം CPM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ ഒന്നാം ഘട്ട സ്വീകരണ പര്യടനം ആരംഭിച്ചു. രാവിലെ 8-ന് ദേവികുളങ്ങര ത്രിവേണി കടവിൽ CPM ജില്ലാ സെക്രട്ടറി R നാസർ പര്യടനം ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കായംകുളത്ത് സ്വന്തമായി ഭൂമിയില്ലാത്ത ആരാ, സ്വന്തമായി വീടില്ലാത്തവർ ആരാ, ആരെങ്കിലും ഉണ്ടോ? ഇതാ വന്ന മാറ്റം. ആ വീട്ടിൽ കൃത്യമായി വെളിച്ചമുണ്ട്, വൈദ്യുതി എത്തുന്നുണ്ട്. വൈദ്യുതി ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്ത ഏതെങ്കിലും ഒരു വീട് ഈ കായംകുളത്തുണ്ടോ, ഈ കേരളത്തിലുണ്ടോ? എല്ലാ വീട്ടിലും വൈദ്യുതി. ഇതല്ലേ പുരോഗതി, ഇതല്ലേ മാറ്റം. സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തമായി കിടപ്പാടമില്ല, സ്വന്തമായി കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എത്രയോ പോരാട്ടമാണ് നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതും ആ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യല്ലേ. ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, ആ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും വൈദ്യുതി, എല്ലാ വീട്ടിലും കുടിവെള്ളം, നല്ല വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ട ശ്രമം നടക്കല്ലേ, കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. ഇതല്ലേ ഏറ്റവും അത്യാവശ്യ കാര്യം. ഇതെല്ലാം നാം എത്തിച്ചു കൊടുക്കുകയാണ്. ഇതാണ് കേരളം മാറിയത്. കേരളം മാറുന്നത് ഇതല്ലേ. ഈ ക്ഷേമ പെൻഷനുകൾ, ഈ ക്ഷേമ പദ്ധതികൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ മാറ്റിയോ? കേരളത്തിലെ തൊഴിലാളികൾക്ക്, ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പദ്ധതികളെല്ലാം നിർത്തലാക്കിയപ്പോൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ ക്ഷേമ ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്തോ? എന്റെ കുടുംബമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബമാണ്. ഒരു വ്യക്തിക്കുണ്ടാവുന്ന വിഷമം ആ വീടിൻ്റെതാണ്, ആ കുടുംബത്തിൻ്റെതാണ്, ആ സമൂഹത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായ ഭാഷയിൽ കൃത്യമായ മറുപടി ആരെയും മോശപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പബ്ലിക്കായി വാഹനങ്ങളിൽ സ്ഥാനാർത്ഥിയെയും അവരുടെ കുടുംബത്തെയും, എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ഥാനാർത്ഥിയെ അവരുടെ കുടുംബത്തെയും ആക്ഷേപിച്ചുകൊണ്ട് മൈക്ക് കെട്ടി ഉറക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും മറ്റ് ഇതര നമ്മൾക്കെതിരെ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ. അതൊക്കെ കേരളത്തിലെ കായംകുളത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും സാധ്യമായതൊക്കെ ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും മാവേലിക്കര MLA അരുണും തമ്മിലാണ് എപ്പോഴും മത്സരമില്ല. എനിക്ക് മറ്റ് അപ്പുറത്തെ ഇപ്പുറത്തെ MLA മാരോട് മത്സരിക്കേണ്ടി വരാറ്, കാരണം അവിടെ മത്സരമില്ല. ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്നത് ഇടതുപക്ഷ MLA മാരുള്ള മണ്ഡലങ്ങളിലാണ്. അവിടെ ഒരു ഫണ്ട് അനുവദിച്ചാൽ ഞാൻ ഇപ്പുറത്ത് 2 ഫണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടി ഞാൻ പോകും. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള വികസന മത്സരം നടക്കുന്ന ഇടതുപക്ഷം തമ്മിലാണ്. നിങ്ങൾക്ക് നോക്കാം, മറ്റ് മണ്ഡലങ്ങളിൽ ഇതിൻ്റെ 4-1 പോലും വികസനം ചെയ്യാൻ വലതുപക്ഷത്തെ MLA മാർ തയ്യാറായിട്ടില്ല. കാരണം വികസനം വന്നില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ കുറ്റമാകും എന്ന് അവര് പ്രചരിപ്പിക്കുകയാണ്. ഡോക്ടർ സജു ഇടക്കാട് അധ്യക്ഷത വഹിച്ചു. ഇടത് നേതാക്കളായ അഡ്വക്കേറ്റ് ഷാജഹാൻ, P ഗാനകുമാർ, ഷെയ്ഖ് P ഹാരിസ്, കോശി അലക്സ്, A മഹേന്ദ്രൻ, S ആസാദ്, അഡ്വക്കേറ്റ് S സുനിൽ, അഡ്വക്കേറ്റ് A അജികുമാർ, സക്കീർ മല്ലഞ്ചേരി, R ഗിരിജ, അമ്പലിക്കല, S പവനനാഥൻ, V പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഒന്നാം ദിനത്തിലെ പര്യടനം കീരിക്കാട് സമാപിച്ചു. CDNet ന്യൂസ്, ദേവികുളങ്ങര.